താലിബാൻ മോഡൽ ഭരണ സംവിധാനം ഇറാനിലും വരുമെന്ന് അമേരിക്ക ഭയപ്പെടുന്നു. യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പോൾ വിലയിരുത്തുന്നതിൽ ഏറ്റവും പ്രധാനമായ രീതിയിൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ പേടിപ്പിക്കുന്ന ഒരു കാര്യം അങ്ങനെയാണ്. അവസാനത്തതും തുടച്ചു നീക്കിക്കൊണ്ട് സ്വതന്ത്രമായിരിക്കുന്ന ഒരു റിപ്പബ്ലിക്കായി അഫ്ഗാനിസ്ഥാനെ മാറ്റും എന്നുള്ളതാണ് പെൻറ്റഗണുമായി ബന്ധപ്പെട്ട ആക്രമണത്തോടനുബന്ധിച്ച് അമേരിക്കയുടെ പ്രസിഡന്റായിരുന്ന ജോർജ് ബുഷ് അന്ന് പറഞ്ഞത്. 10 തെമ്മാടി രാജ്യങ്ങളിൽ 1-ാം സ്ഥാനത്തായിരുന്നു അഫ്ഗാനിസ്ഥാൻ. ഭരണം അട്ടിമറിയാൻ ഇനി ഏതാനും ദിവസങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ എന്ന് അവിടുത്തെ ഭരണം അട്ടിമറിയുന്നതിന് മുമ്പ് തന്നെ അമേരിക്ക പറയുകയും സമാന സ്ഥിതി അവിടെ ഉണ്ടാവുകയും ചെയ്തു. അന്ന് 25,000-ത്തിലധികം സൈനികർ, അമേരിക്കൻ സൈനികർ അഫ്ഗാനിലെത്തി എന്നാണ് പറയപ്പെടുന്നത്. ചില റിപ്പോർട്ടിനകത്ത് 1.25 ലക്ഷം എന്നും പറയുന്നു. അപ്പോൾ എല്ലാവിധ യുദ്ധ സാമഗ്രികളോട് സംവിധാനത്തോടു കൂടിയാണ് അവിടെ പെയ്തിറങ്ങിയ പോലെ അമേരിക്കൻ സൈനികർ എത്തുന്നു. താലിബാൻ ഭരണം അട്ടിമറിയുന്നു. അമിത് കർസായുടെ ഭരണ സംവിധാനം വരുന്നു. അതിന് ജനാധിപത്യപരമായിരിക്കുന്ന ഒരു പരിവേഷം നൽകുന്നു. തെരഞ്ഞെടുപ്പ് നടക്കുന്നു. അമിത് കർസായി ജയിക്കുന്നു. 17 വർഷത്തോളം, 17ാമത്തെ വർഷം, അതായത് 15 വർഷം അമിത് കർസായി ഭരണം നടത്തുകയും പിന്നീട് അദ്ദേഹത്തിൻ്റെ സഹോദരനായിരിക്കുന്ന റസ കർസായിക്ക് ഭരണം ഏൽപ്പിക്കുകയും ചെയ്തു എന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ അദ്ദേഹം ഭരണത്തിലേറി ഏകദേശം 2.5 വർഷം കഴിഞ്ഞ് 3ാമത്തെ കൊല്ലം എത്തിയ സമയത്താണ് അപ്രതീക്ഷിതമായ രീതിയിൽ താലിബാൻ ശക്തി സംഭരിച്ചുകൊണ്ട് ഇയാളെ പോയി ഭരണത്തിൽ നിന്ന് പിടിച്ചിറക്കുന്നു, ഭരണം അട്ടിമറിക്കുന്നു. അഫ്ഗാനിസ്ഥാൻ്റെ ഭരണാധികാരി താലിബാനാണെന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തു. അമേരിക്കയുടെ ചരിത്രത്തിൽ ഇത് ആദ്യമായിട്ടാണ് ഇത്തരമൊരു സംഭവം ഉണ്ടാകുന്നത്. പല സംഭവങ്ങൾക്കും സാക്ഷ്യം വഹിച്ച രാജ്യമാണ് അമേരിക്ക എന്ന്. പല ലോക രാജ്യങ്ങളുടെ ഭരണങ്ങൾ അട്ടിമറിച്ചിട്ടുണ്ട്. അവിടെ വിമതപക്ഷത്തെ പ്രതിഷ്ഠിച്ചിട്ടുണ്ട്. ഭരണാധികാരികളെ തൂക്കിലേറ്റിട്ടുണ്ട്, വെടിവെച്ച് കൊന്നിട്ടുണ്ട്, രാജ്യം വിട്ടു പോകേണ്ടി വന്നിട്ടുണ്ട്, കാണാതെ ആയിട്ടുണ്ട്, തട്ടിക്കൊണ്ടുപോയിട്ടുണ്ട്. അപ്പോൾ അവസാനം നമ്മളിപ്പോൾ കണ്ടത് ഈ വെനിസുലയിലാണ് തട്ടിക്കൊണ്ടുപോയി ഭരണാധികാരി. ഈ ഇറാഖിലാണെങ്കിലോ തൂക്കിക്കൊന്നു, ലിബിയയിലാണെങ്കിലോ വെടിവെച്ച് കൊന്നു, സിറിയയിലാണെങ്കിലോ രാജ്യം വിട്ടുപോയി, സുഡാനിലാണെങ്കിലോ ഭരണത്തിൽ നിന്ന് പുറത്തായി അദ്ദേഹം മുഹമ്മദ് ബഷീർ ഇപ്പോൾ ജയിലാണ് എന്ന് പറയപ്പെടുന്നു. ഈജിപ്തിലാണെങ്കിലോ ഹുസ്നി മുബാറക്കിന്റെ ഭരണം അട്ടിമറിഞ്ഞതിന് ശേഷം പിന്നീട് അയാൾ ഈ കോടതിയിലേക്കുള്ള യാത്രാമധ്യേ മരണപ്പെട്ടു എന്നാണ് പറയുന്നത്. അത് അഴിമതിയുമായിട്ട് ബന്ധപ്പെട്ട കുറേ വിഷയങ്ങൾ അതിനോടനുബന്ധിച്ചൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ സർവ്വ മേഖലയിലും ഒരു തിരിച്ചുവരവ് ആ തള്ളി വിട്ടിരിക്കുന്ന വിഭാഗത്തിനുണ്ടായിട്ടില്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അഫ്ഗാനിസ്ഥാൻ ഒഴികെ അഫ്ഗാനിസ്ഥാനിൽ ഇപ്പോൾ തന്നെ ഡൊണാൾഡ് ട്രംപ് അവരുടെ എയർപോർട്ടുകളൊക്കെ തിരിച്ചു വേണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അവിടെ കുറേ ആ ഒരു സംവിധാന കാര്യങ്ങളും സാമഗ്രികളൊക്കെ അവിടെ ഉണ്ട്, അത് തിരിച്ചു വേണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഒന്നും നടന്നിട്ടില്ല. അതൊന്നും തിരിച്ചു വരില്ല, ഞങ്ങൾ യുദ്ധത്തിന് തയ്യാറാണെന്ന് അവർ പറഞ്ഞിരിക്കുന്ന മറുപടി. അപ്പോൾ ആ ഭരണ സംവിധാനം അട്ടിമറിച്ചതിന് ശേഷം പിന്നീട് അവർ തന്നെ തിരിച്ചു വരുമെന്ന് ഒരിക്കൽ പോലും അമേരിക്ക കരുതിയിട്ടില്ല. ആ ഭരണം അട്ടിമറിയുന്ന സമയത്ത്, അതായത് താലിബാന്റെ ഭരണം രണ്ടാമത് വന്ന സമയത്ത് ഈ 2,500ഓളം അമേരിക്കൻ സൈനികർ അഫ്ഗാനിസ്ഥാനിൽ അവിടെ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നു. അവരെ രക്ഷപ്പെടുത്താൻ വേണ്ടി പിന്നെ ഖത്തറിൻ്റെ സഹായം തേടി അമേരിക്ക. കാര്യം എന്ന് പറഞ്ഞാൽ താലിബാനും ഖത്തറും തമ്മിലൊക്കെ വലിയ ബന്ധമായിരുന്നു. ഒരു കരാർ വ്യവസ്ഥയോടു കൂടിയാണ് ഈ പറയപ്പെട്ട 2,500 സൈനികർ ഈ ഖത്തറിലേക്ക് പോകുന്നത്, ഖത്തറിൽ നിന്ന് പിന്നെ ന്യൂയോർക്കിലേക്ക് പോകുന്നത്. വല്ലാത്ത രീതിയിൽ പ്രതിസന്ധിയായിരുന്നു. കാരണം രാജ്യത്തുടനീളം, അമേരിക്കയിൽ ഉടനീളം ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള പ്രതിഷേധം ആരംഭിച്ചു. അതിൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ ജീവനോട് കൂടി അവർ തിരിച്ചു വരില്ല എന്നുള്ളതായിരുന്നു പറഞ്ഞതിൻ്റെ പ്രധാനമായിരിക്കുന്ന മുദ്രാവാക്യം. ഇറാഖ് യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട സമയത്ത് ഇറാഖിൽ നിന്ന് അല്ലെങ്കിൽ മിഡിൽ ഈസ്റ്റിൽ നിന്ന് ഈ ന്യൂയോർക്കിലേക്ക് അല്ലെങ്കിൽ അമേരിക്കയിലേക്ക് വരുന്ന ഏത് എയർപോർട്ടിലാണെങ്കിലും കൂട്ട നിലവിളികൾ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. കാര്യം എന്ന് പറഞ്ഞാൽ മിഡിൽ ഈസ്റ്റിൽ നിന്ന് വരുന്ന വിമാനത്തിൽ 10 അല്ലെങ്കിൽ 20 അമേരിക്കയുടെ സൈനികരുടെ ബോഡികൾ, മൃതദേഹം ഉണ്ടാകുമായിരുന്നു എന്നുള്ളതാണ് അന്നത്തെ റിപ്പോർട്ടിന് ഈ നിലവിളിയുമായിട്ടുള്ള ബന്ധമുണ്ടായിരുന്നത്. സമാന സ്ഥിതികളൊക്കെ വരുമോ എന്നുള്ള കാര്യം ഭയപ്പെടുന്നു. കാരണം താലിബാൻ മോഡൽ വരില്ല എന്ന് തീർത്ത് പറയാൻ വേണ്ടി സാധിക്കില്ല. 5 ലക്ഷത്തോളം പേഴ്സണൽ ട്രൂപ്പ് പ്രവർത്തിക്കുന്ന ഏരിയയാണ് ഇറാൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇറാനെ സംബന്ധിച്ചിടത്തോളം ഇവിടുത്തെ പ്രധാനമായിരിക്കുന്ന വിഷയം എന്ന് പറയുന്നത് ഭരണത്തിൻ്റെ അപ്പുറമായ രീതിയിൽ ഒരു സൈനിക വിന്യാസം അവിടെ ഉണ്ട് എന്ന് മാത്രമല്ല, ഈ സൈനികർക്ക് വലിയ രീതിയിലുള്ള പ്രാക്ടിക്കൽ നൽകുകയും അവർക്ക് വലിയ രീതിയിലുള്ള ആയുധ സംഭരണി ഉണ്ടാക്കി വെക്കുകയും ചെയ്തിട്ടുണ്ട്. അത് മറ്റുള്ള ലോകരാജ്യങ്ങൾക്കൊന്നും അറിയാത്തൊരു കേസാണ്. മാത്രമല്ല ഈ വിഭാഗം ആരാണെന്ന് ഇപ്പോഴും മനസ്സിലായിട്ടില്ല. കാര്യം എന്ന് പറഞ്ഞാൽ അവർക്ക് പ്രത്യേകമായിരിക്കുന്ന യൂണിഫോമില്ല, സാധാ വേഷത്തിൽ, മഫ്തി വേഷത്തിലാണ് അവർ ജീവിക്കാറുള്ളത്. ഏതുപോലെ ഗസയിലുള്ള ഹമാസിൻ്റെ ആളുകളെ കണ്ടെത്താൻ വേണ്ടി യഥാർത്ഥത്തിൽ അവർക്ക് ഇപ്പോഴും സാധിക്കുന്നില്ല. അതിൻ്റെ സൈനികപരമായിരിക്കുന്ന കമാൻഡർമാരൊക്കെ പലപ്പോഴും മുഖം കെട്ടിയിട്ടാണ് സംസാരിക്കാറുള്ളത്. ഇപ്പോൾ ഒരുപാട് ആൾക്കാരെ ബന്ദികളെ മോചിപ്പിക്കുന്ന സമയത്ത് താലിബാൻ്റെ സൈനികരുടെ മുഖം ശ്രദ്ധിച്ചാൽ എല്ലാവർക്കും മുഖം കെട്ടിയിട്ടുണ്ടാവും, മുഖം പുറത്ത്
കാണുകയില്ല. അതുകൊണ്ട് താലിബാന്റെ ഇവിടെ ഗസയുമായിട്ട് ബന്ധപ്പെട്ട് അതിൻ്റെ അകത്തൂടെ നടന്നു പോകുന്നവർ തന്നെയാണോ ഇത് എന്ന് ചൂണ്ടിക്കാണിക്കാൻ സാധിക്കാത്ത വിധമാണ് അവരുടെ സൈനിക സംവിധാന കാര്യങ്ങളൊക്കെ ഒരുക്കിയിരിക്കുന്നത്. ഈ ഒരു വിഷയം യഥാർത്ഥത്തിൽ അമേരിക്ക വല്ലാത്ത രീതിയിൽ ബാധിക്കപ്പെട്ടതാണ്. അപ്പോൾ ഇപ്പോഴത്തെ വിഷയം എന്ന് പറയുന്നത് ഇറാനിൽ ഇത്രത്തോളം സൈനിക ട്രൂപ്പുണ്ട്, പേഴ്സണൽ ട്രൂപ്പുണ്ട്. ആ ട്രൂപ്പ് പുറത്തോട്ട് വന്നാൽ 5 ലക്ഷത്തോളം ഉണ്ടാവും. അവർക്ക് നിലവിൽ ഏത് തരത്തിലുള്ള ഒരു ഭരണം, ഇപ്പോൾ ഭരണം അട്ടിമറിഞ്ഞാൽ പിന്നീട് പുതിയ ഭരണ സംവിധാനം വരണമെങ്കിൽ അമേരിക്കയുടെ സഹായം വേണം. അമേരിക്ക അതിനെ സഹായിച്ചു എന്ന് തന്നെ കരുതുക. അതിന് ആയുധങ്ങൾ നൽകിയെന്ന് പറയാം, ഭരണത്തിലേറി എന്നും പറയാം. പക്ഷേ സുരക്ഷിതമാണ് എന്ന് പറയാൻ വേണ്ടി സാധിക്കില്ല. അതിന് അഫ്ഗാനിസ്ഥാൻ ഉദാഹരണമാണ്. ഈ ഒരു പേടി വലിയ രീതിയിൽ ആർക്കുണ്ട്? അമേരിക്കക്കുണ്ട്. അതോടൊപ്പം തന്നെ ഇപ്പോഴത്തെ പുതിയ റിപ്പോർട്ട് എന്ന് പറഞ്ഞാൽ കടലിനടിയിൽ ഇറാൻ മൈനിങ് വെച്ചിരിക്കുന്നു എന്നുള്ളതാണ്. യുദ്ധം തുടങ്ങിക്കഴിഞ്ഞാൽ പുറത്തുനിന്ന് മിസൈൽ വരാതെ കടലിനടിയിൽ തന്നെ പൊട്ടിത്തെറിക്കുന്ന രീതിയിലാണ് സംവിധാനം ഒരുക്കിയത്. കടലുമായിട്ട് ബന്ധപ്പെട്ടവർക്ക് അഭേദ്യമായിരിക്കുന്ന ബന്ധമുണ്ട് എന്നുള്ള കാര്യം നമുക്കറിയാവുന്നതാണ്. അതിന് പുറമെ തെഹ്റാൻ്റെ പല ഭാഗങ്ങളിലും മൈനിങ് സ്ഥാപിച്ചിട്ടുണ്ട്. മൈനിങ് എന്ന് പറയുന്ന സമയത്ത് സ്ഫോടക വസ്തുവാണ്. അത് വലിയ രീതിയിൽ താഴ്ചയിൽ കുഴിച്ചിട്ട് അതിൻ്റെ ഉള്ളിൽ റോഡൊക്കെ ആണെങ്കിൽ അവിടെ മാന്തിയിട്ട് അവിടെ ഇത് വെച്ചതിന് ശേഷം റോഡ് ഫിനിഷ് ചെയ്യും. അപ്പോൾ ഇവിടെ ഉണ്ടോ ഇല്ല എന്നുള്ളത് മനസ്സിലാക്കാൻ വേണ്ടി സൈനികർ സാധിക്കാതെ റിമോട്ട് കൺട്രോളുമായിട്ട് ബന്ധിപ്പിക്കും. അപ്പോൾ ഒരു ഇസ്രായേൽ സൈന്യം അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട യുദ്ധത്തിൻ്റെ സൈനികരൊക്കെ വരുന്ന സമയത്ത് റിമോട്ട് കൺട്രോൾ ഉപയോഗിച്ചുകൊണ്ട് ആക്രമണം നടത്താൻ വേണ്ടി സാധിക്കും. ഈ സംവിധാനങ്ങൾ അവരുടെ തലസ്ഥാനമായിരിക്കും തെഹ്റാനെ കേന്ദ്രീകരിച്ചുകൊണ്ട് ഉണ്ടാക്കിയിട്ടുണ്ട് എന്ന് പറയപ്പെടുന്നു. അപ്പോൾ കടലിൽ മൈനിങ് ഉണ്ട്, പുറത്ത് മൈനിങ് ഉണ്ട്. കീഴടക്കുക എന്ന് പറഞ്ഞാൽ ഒരുപക്ഷെ സാധിച്ചു എന്ന് വരും. പക്ഷേ നിലനിൽക്കുക എന്ന് പറഞ്ഞാൽ അത് അസാധ്യമായിരിക്കുന്ന കാര്യമാണ് എന്നും പേടിക്കുന്നു. ഇത് മറ്റുള്ള യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട് കമ്പയർ ചെയ്യുന്ന സമയത്തുള്ള പ്രശ്നം എന്ന് പറയുന്നത് മറ്റേതൊരു യുദ്ധത്തിലും അമേരിക്ക ഇടപെടുന്ന സമയത്ത് അവർക്ക് വലിയ പിന്തുണ, ബ്രിട്ടൻ അടക്കമുള്ള രാജ്യങ്ങളുടെ പിന്തുണ ഉണ്ടാവുമായിരുന്നു. ശരിയാണെങ്കിലും തെറ്റാണെങ്കിലും അതിനെ ന്യായീകരിച്ചുകൊണ്ട് അമേരിക്കയോടൊപ്പം നിൽക്കുക എന്നുള്ളത് ഇവരുടെ പതിവാണ്. പ്രത്യേകിച്ച് യൂറോപ്യൻ രാജ്യങ്ങളൊക്കെ അതിന് സപ്പോർട്ട് ചെയ്യും. മുസ്ലിം രാജ്യങ്ങളാകുന്ന സമയത്ത് പ്രത്യേകിച്ച് അവരുടെ സൈനിക സാമ്പത്തികപരമായിരിക്കുന്ന മേഖല തകർക്കണം എന്ന് ആഗ്രഹിക്കുന്നവരാണ് യൂറോപ്യന്മാർ എന്നുള്ള കാര്യം നമുക്കറിയാവുന്നതാണ്. അപ്പോൾ ഇപ്പോഴത്തെ നിലവിലെ സാഹചര്യത്തിൽ അമേരിക്കക്ക് ആരും സപ്പോർട്ട് ചെയ്യുന്നില്ല. ഇറാൻ ആക്രമിക്കുന്ന ആർക്കും സപ്പോർട്ടില്ല. അങ്ങനത്തെ ഒരു പ്രതിസന്ധിയും ഇപ്പോൾ യഥാർത്ഥത്തിൽ അമേരിക്ക അനുഭവിക്കുന്നുണ്ട് എന്നുള്ളൊരു യാഥാർത്ഥ്യമാണ്. അപ്പോൾ നമ്മൾ നോക്കുന്ന സമയത്തുള്ള വിഷയം എന്ന് പറഞ്ഞാൽ യുദ്ധം തുടങ്ങിക്കഴിഞ്ഞാൽ തിരിച്ചടിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിന് പ്രതിരോധം ഉണ്ടാക്കുന്നതിൽ എത്രത്തോളം വിജയിക്കുമെന്ന് ഉറപ്പായിട്ടും അമേരിക്കയുടെ പ്രസിഡന്റ് പറയാൻ വേണ്ടി സാധിക്കുന്നില്ല. അത് ബന്ധപ്പെട്ട ആളുകൾക്കും സാധിക്കുന്നില്ല. എങ്ങനെയാവും ഇതിൻ്റെ അവസാന സ്ഥിതി കാര്യങ്ങളൊക്കെ എവിടെയാണ് എത്തുക എന്ന കാര്യത്തിൽ വലിയ ആകാംക്ഷയുണ്ട്, വലിയ ഭയപ്പാടുണ്ട് എന്നുള്ളതാണ് ഇതിൻ്റെ സത്യം. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് യുദ്ധം ഇനി എന്ത് ചെയ്യും എന്നൊരു പ്രസക്തമായിരിക്കുന്ന ചോദ്യം ഇവിടെ ബാക്കിയുണ്ട്. കാര്യം എന്ന് പറയുമ്പോൾ മിഡിൽ ഈസ്റ്റ് കേന്ദ്രീകരിച്ചുകൊണ്ട് അറേബ്യൻ കടലുകൾ കേന്ദ്രീകരിച്ചുകൊണ്ട് മെഡിറ്ററേനിയൻ കടൽ കേന്ദ്രീകരിച്ചുകൊണ്ട് ഇന്ത്യൻ മഹാസമുദ്രം കേന്ദ്രീകരിച്ചുകൊണ്ട് സർവ്വ മേഖലയുടെ അമേരിക്കയുടെ യുദ്ധക്കപ്പലുകളുണ്ട്. അപ്പോൾ ഈ യുദ്ധക്കപ്പൽ ഉണ്ടാകുന്ന സമയത്ത് ഈ കടൽ യുദ്ധമായിട്ട് ഇതിനെ മാറ്റാനുള്ള പ്രവൃത്തിയാണ് യഥാർത്ഥത്തിൽ ഇപ്പോൾ അമേരിക്ക നോക്കുന്നത്. അപ്പോൾ കടലിൽ എത്രത്തോളം തങ്ങളുടെ സൈനികർ സുരക്ഷിതമാണ് എന്ന് ആലോചിക്കുന്ന സമയത്ത് അതും വലിയ പ്രയാസമാണ്. അതിന് അവർ ഉദാഹരണം പറയുന്നത് ചെങ്കടലുമായിട്ട് ബന്ധപ്പെട്ട വിഷയമാണ്. ചെങ്കടലുമായിട്ട് ബന്ധപ്പെട്ട വിഷയം എന്ന് പറയുന്ന സമയത്ത് അവിടെ അതിജീവനം ഉണ്ടാക്കാൻ വേണ്ടി അമേരിക്കക്ക് സാധിച്ചിട്ടില്ല എന്നുള്ളത് വലിയ നിരാശ ഉണ്ടാക്കുന്ന കാര്യമാണ്. അപ്പോൾ ഇതെല്ലാം കൂട്ടി വായിക്കുന്ന സമയത്ത് അമേരിക്ക ഇപ്പോൾ പെട്ടുകിടക്കുന്ന ഒരു സ്ഥിതിയാണ്. സംഭവം തുടങ്ങുകയും ചെയ്തു, അത് തീർക്കാനൊട്ട് സാധിക്കുകയും ചെയ്യുന്നില്ല. ചെറിയ രീതിയിൽ ആക്രമണം നടത്തിയിട്ട് പിന്മാറുന്നതിനെക്കുറിച്ച് ഒരു ചർച്ചയൊക്കെ നടന്നിരുന്നു എന്ന് പറയുന്നു. തുടങ്ങിയ സ്ഥിതിക്ക് ഒരു ചെറിയ രീതിയിലൊരു ആക്രമണം നടത്തിയിട്ട് തങ്ങൾ പിന്മാറിക്കൊള്ളാം എന്നുള്ളത്, അതിന് വലിയ രീതിയിൽ തിരിച്ചടി നൽകിയിട്ട് നിങ്ങൾ പിന്മാറിക്കൊള്ളൂ എന്ന് ഇറാൻ പറയുകയും ചെയ്തു. അപ്പോൾ അതും പ്രതിസന്ധിയായി. അപ്പോൾ ചെറിയ തരത്തിലൊന്നും എന്തില്ല, ഇത് അവസാനിക്കുകയില്ല എന്നുള്ളത് യഥാർത്ഥത്തിൽ അമേരിക്ക ബോധ്യപ്പെട്ടിരിക്കുന്നു. ഇനി മുന്നോട്ട് എന്ത് ചെയ്യണം, എങ്ങനെ നീങ്ങണം എന്ന കാര്യത്തിൽ വലിയ അഭിപ്രായ വ്യത്യാസങ്ങൾ നിലനിൽക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഇതിനെക്കുറിച്ചൊന്ന് ചർച്ച ചെയ്യാൻ പല ഘട്ടങ്ങളിലും അമേരിക്കയുടെ പാർലമെൻറ്റ് വിളിച്ചു കൂട്ടിയിട്ടുണ്ട്. എന്നാൽ വലിയ വിമർശനം അവിടെയും ഡൊണാൾഡ് ട്രംപിനെ ഏൽക്കേണ്ടി വന്നിട്ടുണ്ട്. അതിൻ്റെ കാര്യം മറ്റൊരു സ്വതന്ത്ര റിപ്പബ്ലിക്കിനെ ആക്രമിക്കുകയും കീഴടക്കുകയും ചെയ്യുന്നത് നമ്മൾക്ക് യോജിച്ചതല്ല. നമ്മുടെ ജനാധിപത്യ സംവിധാന പ്രക്രിയയിൽ എല്ലാവർക്കും ജീവിക്കാൻ ആവശ്യമായിരിക്കുന്ന സംവിധാനം ഒരുക്കണമെന്ന് നിരന്തരം പറയുന്ന നമ്മൾ തന്നെ അവരുടെ സ്വാതന്ത്ര്യത്തിലും അവരുടെ അവകാശത്തിലും അവരുടെ സംവിധാനത്തിലും ഇടപെടുക എന്നുള്ളത് അംഗീകരിക്കാൻ സാധിക്കില്ലെന്ന് ഈ പറയപ്പെട്ട അമേരിക്കയുടെ കോൺഗ്രസിൽ തന്നെ വിമർശനമുണ്ടായതും അമേരിക്കയെ സംബന്ധിച്ച് ഡൊണാൾഡ് ട്രംപിനെ സംബന്ധിച്ച് വലിയ പ്രയാസമുണ്ടാക്കിയിരിക്കുന്ന കാര്യമാണ്. യഥാർത്ഥത്തിൽ ഈ വിഷയത്തിൽ എങ്ങനെ അതിജീവിക്കുമെന്ന കാര്യത്തിൽ കൃത്യതയോടുകൂടി ക്ലാരിഫിക്കേഷനോട് കൂടിയിട്ട് ഒരു മറുപടി പറയാൻ അമേരിക്കയ്ക്ക് സാധിക്കുന്നില്ല എന്നുള്ളതാണ് ഇതിൻ്റെ യഥാർത്ഥമായിരിക്കുന്ന സത്യം.